നമ്മൾ ഇന്ന് ഈ വീഡിയോ സെഷനിൽ പഠിക്കാൻ പോകുന്നത് കൊളോയിഡ്സിനെ കുറിച്ചാണ്. വീഡിയോ സെഷനിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഹലോ മക്കളെ, നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളില് സർഫസ് കെമിസ്ട്രിയുടെ 2 പാർട്ട് നമ്മൾ തീർത്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ പാർട്ട് അഡ്സോർപ്ഷൻ, അതിന്റെ അപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ. രണ്ടാമത്തെ പാർട്ടില് കറ്റാലിസിസും അതിനെ കുറച്ച് കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? മൂന്നാമത്തെ പാർട്ട് നമ്മൾ ഇന്ന് പറയുന്നു കൊളോയിഡ്സ് എന്ന് പറയുന്ന ഭാഗം പറയുന്നു. കൊളോയിഡ്സ് നമുക്ക് നോക്കാം. മക്കളെ, ഈ കൊളോയിഡ്സ് പറയുന്നതിന് മുന്നേ നിങ്ങൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? സൊല്യൂഷൻ, സൊല്യൂട്ടും സോൾവെന്റും കൂടി ചേർന്ന് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? സൊല്യൂഷൻ എന്ന് പറയുന്നത്. സസ്പെൻഷൻ എന്ന് പറഞ്ഞ സാധനം പഠിച്ചിട്ടുണ്ട്. സസ്പെൻഷൻ അത് സ്കൂളിൽ നിന്ന് കടലാസിൽ എഴുതി കിട്ടുന്നതല്ല കേട്ടോ. സസ്പെൻഷൻ കഴിഞ്ഞ കൊല്ലം ഇക്വിലിബ്രിയത്തിൽ പഠിച്ചപ്പോ അയണിക് പ്രൊഡക്റ്റും സോലിബിലിറ്റി പ്രൊഡക്റ്റ് ഒക്കെ ഫോം ചെയ്തിട്ട് സസ്പെൻഷൻ കിട്ടുന്നു. ഒന്നുമില്ല, തൈര് കറ്റായിട്ട് അടി കിടക്കണില്ലേ വെള്ളത്തിന്റെ താഴെ? സസ്പെൻഷൻ. ഇപ്പൊ സൊല്യൂഷൻ എന്താണെന്നറിയാം, സസ്പെൻഷൻ എന്താണെന്നറിയാം. മക്കളെ, ചില സബ്സ്റ്റൻസ് ഉണ്ട് ഈ സൊല്യൂഷന്റെയും സസ്പെൻഷന്റെയും ഇടയ്ക്കുള്ള പ്രോപ്പർട്ടി കാണിക്കുന്ന ആൾക്കാർ. അവര് സൊല്യൂഷന്റെ പ്രോപ്പർട്ടിന്റെയും സസ്പെൻഷന്റെ പ്രോപ്പർട്ടിന്റെയും ഇടയ്ക്കായിരിക്കും അവര് കാണിക്കുന്നത്. തോമസ് ഗ്രഹാം എന്ന് പറയുന്ന ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ ഒക്കെ കേട്ടിട്ടുണ്ടാവും. തോമസ് ഗ്രഹാം ഇത്തരത്തിലുള്ള സബ്സ്റ്റൻസിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. തോമസ് ഗ്രഹാം എങ്ങനെയൊക്കെയാണെന്നറിയോ ക്ലാസിഫൈ ചെയ്തത്? ആദ്യത്തതിനെ ക്രിസ്റ്റലോയിഡ് എന്ന് പേരിട്ടു. എന്ത് പേരിട്ടു? ക്രിസ്റ്റലോയിഡ്. രണ്ടാമത്തതിന് പേരിട്ടു കൊളോയിഡ് എന്ന് പേരിട്ടു. അപ്പോ സൊല്യൂഷന്റെയും സസ്പെൻഷന്റെയും ഇടയ്ക്ക് പ്രോപ്പർട്ടി കാണിക്കുന്ന 2 സബ്സ്റ്റൻസ് ആണ് ആരൊക്കെ? ക്രിസ്റ്റലോയിഡും കൊളോയിഡും. അപ്പൊ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കും, സാറേ എന്തിന്റെ ബേസിലാണ് ഇവര് ഈ തോമസ് ഗ്രഹാം എന്ന് പറയുന്ന ആള് ഇതിനെ ക്രിസ്റ്റലോയിഡും കൊളോയിഡും ആക്കി മാറ്റിയത് എന്ന് ചോദിക്കും. അതിനർത്ഥം അതിന് ഉത്തരം പറയാനുള്ളത്, ഈ ക്രിസ്റ്റലോയിഡ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ ക്രിസ്റ്റലോയിഡിന് വെള്ളത്തില് ഡിഫ്യൂഷൻ റേറ്റ് കൂടുതലായിരിക്കും. വെള്ളത്തിൽ പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റും. ആർക്ക്? ക്രിസ്റ്റലോയിഡിന്. അതുപോലെ തന്നെ പാർച്ച്മെന്റ് മെമ്പറൈൻ ആനിമൽസിന്റെയോ വെജിറ്റബിൾസിന്റെയോ ഉള്ള ആ ഒരു തോടിനെയാണ് നമ്മൾ എന്ത് മെമ്പറൈൻ എന്ന് വിളിക്കുന്നത്? പാർച്ച്മെന്റ് മെമ്പറൈൻ. ആ പാർച്ച്മെന്റ് മെമ്പറൈനിൽ കൂടെ ആർക്ക് പാസ് ചെയ്യാൻ പറ്റും? ക്രിസ്റ്റലോയിഡ്സിന് പാസ് ചെയ്യാൻ പറ്റും. ഇനി നേരത്തെ നിങ്ങൾ പഠിച്ച ക്രിസ്റ്റലോയിഡ് പോലെ അടുത്തൊരാളുണ്ടല്ലോ, കൊളോയിഡ്. ഈ കൊളോയിഡിന് വെള്ളത്തിലുള്ള ഡിഫ്യൂഷൻ റേറ്റ് എന്തായിരിക്കും? കുറവായിരിക്കും. ക്രിസ്റ്റലോയിഡിന്റെ അത്ര സ്പീഡിൽ ആർക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല? കൊളോയിഡ്സിന് മൂവ് ചെയ്യാൻ പറ്റില്ല. ഇനി പാർച്ച്മെന്റ് മെമ്പറൈനിൽ കൂടി ആർക്ക് പാസ് ചെയ്യാൻ പറ്റില്ല? കൊളോയിഡ്സിന് പാസ് ചെയ്യാൻ പറ്റില്ല. സോ തോമസ് ഗ്രഹാം മക്കളെ ക്രിസ്റ്റലോയിഡ് എന്നും കൊളോയിഡ് എന്നും ക്ലാസിഫൈ ചെയ്തത് എന്തിലെ വ്യത്യാസം വെച്ചിട്ടാണ്? വാട്ടറിലെ ഡിഫ്യൂഷൻ റേറ്റ് വ്യത്യാസം വെച്ചിട്ടാണ്. അതുപോലെ തന്നെ പാർച്ച്മെന്റ് മെമ്പറൈനിൽ കൂടെ പാസിംഗ് കൂടിയാണ്. അത് കൂടി വേഗം പാസ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം അതിനെ കുറിച്ചു എന്ത്? അതൊക്കെ ക്രിസ്റ്റലോയിഡാ. പാസ് ചെയ്തിട്ടില്ലെങ്കിലോ, വെള്ളത്തിൽ കൂടെ മെല്ലിയാ മൂവ് ചെയ്തെങ്കിലോ, അതിനൊക്കെ എന്ത് പേരിട്ട് വിളിച്ചു? കൊളോയിഡ് എന്ന് വിളിച്ചു. പണ്ടത്തെ കാലമൊക്കെ കഴിഞ്ഞു, കുറച്ചുകൂടെ മുന്നോട്ടേക്ക് എത്തി. അപ്പൊ ചില ആൾക്കാര് ശ്രദ്ധിച്ചു, മക്കളെ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞ സാധനം, സോഡിയം ക്ലോറൈഡ് വെള്ളത്തിൽ ക്രിസ്റ്റലോയിഡ് ആയിട്ട് ആക്ട് ചെയ്യും. സോഡിയം ക്ലോറൈഡ് വെള്ളത്തിൽ ക്രിസ്റ്റലോയിഡ്. ഇതേ സോഡിയം ക്ലോറൈഡ് ബെൻസീൻ എടുത്തു കഴിഞ്ഞാൽ C6H6 ബെൻസീൻ. ബെൻസീൻ എടുത്തു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? കൊളോയിഡ് ആയിട്ട് മാറും. അപ്പൊ എങ്ങനെയാ? ഒരേ സാധനം ക്രിസ്റ്റലോയിഡുമായി കൊളോയിഡുമായി. അപ്പൊ എന്തോ ഈ തോമസ് ഗ്രഹാമിന്റെ ഡെഫിനിഷന് പെശകില്ലേ? ഇദ്ദേഹം പറഞ്ഞ വെള്ളത്തിൽ കൂടി പാസ് ചെയ്യുന്ന സ്പീഡ് പോണ ആൾക്കാരൊക്കെ ക്രിസ്റ്റലോയിഡ്, മെല്ലെ പോണ ആൾക്കാരൊക്കെ കൊളോയിഡ്. ഇവിടെ ഇതിന് ക്രിസ്റ്റലോയിഡുമായിട്ട് ആക്ട് ചെയ്യാൻ പറ്റി, കൊളോയിഡുമായിട്ട് ആക്ട് ചെയ്യാൻ പറ്റി. അപ്പൊ ആരെ ഒബ്സർവേഷൻ തെറ്റാണെന്ന് പറയാം? തോമസ് ഗ്രഹാമിന്റെ ഒബ്സർവേഷൻ തെറ്റാണെന്ന് പറയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം കുട്ടികളെ? അടുത്ത നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നുകൂടെ ഉദാഹരണം കൂടെ നോക്കി നോക്കൂ. സോപ്പ് എന്ന് പറയുന്നത്, സോപ്പിന് നിങ്ങൾ
ബെൻസീൻ എടുത്തു കഴിഞ്ഞാൽ ഈ സോപ്പ് ബെൻസീൻ എന്തായിട്ട് ആക്ട് ചെയ്യും? ക്രിസ്റ്റലോയിഡ് ആയിട്ട് ആക്ട് ചെയ്യും. വെള്ളത്തിലാണെങ്കിൽ സോപ്പ് എന്തായിട്ട് ആക്ട് ചെയ്യും? കൊളോയിഡ് ആയിട്ട് ആക്ട് ചെയ്യും. വീണ്ടും കുടുങ്ങിയല്ലോ. അപ്പൊ എന്താ ക്രിസ്റ്റലോയിഡ്, എന്താ കൊളോയിഡ്? അപ്പൊ ഈ കൊളോയിഡ് എന്താണ് കൃത്യമായിട്ട് ഒരു ഡെഫിനിഷൻ സയൻസ് കൊടുത്തു. എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു പർട്ടിക്കുലർ സബ്സ്റ്റൻസ് എടുക്കുക, അതിന് നന്നായിട്ട് ഏതെങ്കിലും മീഡിയത്തിൽ മിക്സ് ചെയ്യാം. ആ മീഡിയം നിങ്ങൾക്ക് ഏതെടുക്കാം, വെള്ളമാണോ ആൽക്കഹോൾ ആണോ ഏത് വേണമെങ്കിലും മിക്സ് ചെയ്യാം. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ പാർട്ടിക്കിൾ സൈസ് ഒന്നിനും 1000 നാനോമീറ്ററിന്റെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ആ സാധനം നിങ്ങളെ എന്ത് വിളിച്ചോളുക? കൊളോയിഡ് എന്ന് വിളിച്ചോളുക. പാർട്ടിക്കിൾ സൈസ് ഒന്നിനും 1000 നാനോമീറ്ററിന്റെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് വിളിക്കുക? കൊളോയിഡ് എന്ന് വിളിക്കുക. ഇനി ഈ പാർട്ടിക്കിൾസിന്റെ സൈസ് ലെസ് ദാൻ 1 നാനോമീറ്റർ ആണെന്ന് വിചാരിക്കട്ടെ. ലെസ് ദാൻ 1 നാനോമീറ്റർ ആണെങ്കിൽ അത് എന്തായിട്ട് എക്സിസ്റ്റ് ചെയ്യും? ക്രിസ്റ്റലോയിഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും അതിന്റെ ട്രൂ സൊല്യൂഷനിൽ. സോ ഒരു സാധനത്തിനെ ക്രിസ്റ്റലോയിഡ് ആണോ കൊളോയിഡ് ആണോ എന്ന് നോക്കാൻ വേണ്ടി നിങ്ങൾ അതിനെ എന്ത് നോക്കണം കുട്ടികളെ? പാർട്ടിക്കിൾ സൈസ് നോക്കണം. അങ്ങനെയാണെങ്കിൽ തോമസ് ഗ്രഹാമിന്റെ ഡെഫിനിഷനിൽ പറഞ്ഞത് എന്താ? വാട്ടറിൽ ഡിഫ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ്, സ്പീഡിൽ ഡിഫ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ക്രിസ്റ്റലോയിഡും മെല്ലെ ഡിഫ്യൂസ് ചെയ്യുന്ന കൊളോയിഡും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടുന്ന് നമുക്ക് പുതിയൊരു ഡെഫിനിഷനിലേക്ക് എത്താം. ക്രിസ്റ്റലോയിഡ് ഈസ് നോട്ട് എ സബ്സ്റ്റൻസ് ബട്ട് ഇറ്റ് ഇസ് എ സ്റ്റേറ്റ് ഓഫ് സബ്സ്റ്റൻസ്. അല്ലെ, ഒരു സബ്സ്റ്റൻസ് അല്ല, ഒരു സബ്സ്റ്റൻസിന്റെ അവസ്ഥയാണ്. സോഡിയം ക്ലോറൈഡ് വെള്ളത്തിൽ ക്രിസ്റ്റലോയിഡാ, പക്ഷെ ബെൻസീനിൽ കൊളോയിഡാ. അപ്പൊ എന്റെ സബ്സ്റ്റൻസിന്റെ അവസ്ഥയാണത്, ഡിപ്പെൻഡ്സ് അപ്പോൺ ദാറ്റ് മീഡിയം. അല്ലേ കുട്ടികളെ? ഇങ്ങനെയാണ് നമുക്ക് എന്ത് പറഞ്ഞു തരാൻ പറ്റുക? കൊളോയിഡ്സിനെ കുറിച്ച് പറഞ്ഞു തരാൻ പറ്റുക. അടുത്തത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കുന്നത് ഒരു ചാർട്ടാണ്. ആ ചാർട്ടില് നിങ്ങൾക്ക് സൊല്യൂഷന്റെയും കൊളോയിഡിന്റെയും സസ്പെൻഷന്റെയും ഡിഫറൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ആ ചാർട്ട് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാം. നോക്കിക്കോളൂ കുട്ടികൾ. Okay students, we can study the difference between solution, colloid and suspension. See the chart. See, first of all, nature. Solution is homogeneous, that means same composition throughout. Colloids and suspensions are heterogeneous in nature. Second one, particle size. Solution, the particle size is less than 1 nanometer, but in colloid we know that it's in between 1 to 1000 nanometer in diameter, and in suspension it is greater than 1000 nanometer. Visibility, not visible under ultra microscope and naked eye in the case of solution. In colloid it can be viewed through an ultra microscope. Suspension we can observe through naked eye. Appearance, solution will be clear and transparent. Colloid is translucent, but suspension is opaque. Filtration, filtration of solution is not possible because of smaller size. We know colloid can be filtered through animal or vegetable membrane, it's called parchment membrane. But due to bigger particle size, suspension can be filtered through ordinary filter paper. Sixth property, settling. Solution, the settling is not possible because of smaller ions. Colloidal particles can be settled by the process of centrifugation. Suspension, they are bigger particles, so can settle under the influence of gravity. Next one, molecular weight. Solutions, the molecular weight is low. Colloids, the molecular weight is high. With respect to colloid, molecular weight will be low for suspension. Next is color. For solution, color depends on ion, and for colloids, color depends upon the shape and size of the particles. And for suspension, they do not have a definite color. That is why that is not possible. They do not have definite color. Next is Tyndall effect. For solution and suspension, Tyndall effect is not possible. You will study Tyndall effect in the coming session, but for colloids Tyndall effect is possible. Next is diffusion. Because of smaller size, the particles in the solution can diffuse easily.
and for suspension the diffusion is not possible, so for colloid it will be slow. Brownian moment, that also you will study in the coming session, and for solution it is not possible. For colloid it is possible. For suspension it may or may not possible. It depends upon the size of the particles. Osmotic pressure. Solution, since the diffusion rate is rapid, the osmotic pressure is high. For solution, the osmotic pressure is low. And for suspension, the osmotic pressure is high. These are the difference between solution, suspension and colloid. ചാർട്ട് കണ്ടല്ലോ കുട്ടികളെ. അടുത്തത് നമുക്ക് പഠിക്കാം കോമ്പോണൻസ്. കൊളോയിഡ്സിൽ എന്തൊക്കെ കോമ്പോണൻസ് ഉണ്ട്? ആദ്യത്തെ കോമ്പോണന്റ് ആണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. ഡിസ്പേഴ്സ്ഡ് ഫേസ് DP എന്ന് പറയാം. ഡിസ്പേഴ്സ്ഡ് ഫേസ് DP. മൊബൈലിലെ ഡിസ്പ്ലേ പിക്ചർ അല്ല കേട്ടോ. ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്നാണ് DP. മക്കളെ, കൊളോയിഡിലെ സ്മോളർ ഫ്രാക്ഷൻ ആണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. പെട്ടെന്ന് മനസ്സിലാക്കാൻ തരുകയാണെങ്കിൽ നമ്മുടെ സൊല്യൂഷനിലെ സൊല്യൂട്ടിനെ പോലെ പഞ്ചസാര വെള്ളത്തിൽ ആറ് സൊല്യൂട്ട് ആറ് സോൾവെന്റ്. പഞ്ചസാര സൊല്യൂട്ട്, വെള്ളം സോൾവെന്റ്. ആര് കൂടുതൽ ആര് കുറവ്? പഞ്ചസാര കുറവ്, വെള്ളം കൂടുതൽ. അതുപോലെ കൊളോയിഡിന്റെ സ്മോളർ ഫ്രാക്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് വിളിക്കാം. ഇതിനെ നമുക്ക് വിളിക്കാം ഡിസ്കണ്ടിന്യൂസ് ഫേസ് എന്ന് വിളിക്കാം. ഡിസ്കണ്ടിന്യൂസ് ഫേസ് എന്ന് വിളിക്കാം. രണ്ടാമത്തെ കമ്പോണന്റ് ആണ് ഡിസ്പെർഷൻ മീഡിയം. ഡിസ്പെർഷൻ മീഡിയം. അപ്പൊ നിങ്ങൾക്ക് പറയാം സൊല്യൂഷനിലെ സോൾവെന്റ് പോലെയാണ് ആര്? ഡിസ്പെർഷൻ മീഡിയം. അപ്പൊ ഇതിന് നമുക്ക് വിളിക്കാം ഇറ്റ്സ് ദ ലാർജർ ഫ്രാക്ഷൻ. കൊളോയിഡ്സിലെ ലാർജർ ഫ്രാക്ഷൻ ആണ് ആര്? ഡിസ്പെർഷൻ മീഡിയം. ഇത് എന്ത് ഫേസ് ആണ്? കണ്ടിന്യൂസ് ഫേസ് ആണ്. മൂന്നാമത്തെ കമ്പോണന്റ് ആണ് സ്റ്റെബിലൈസിംഗ് ഏജന്റ്. സ്റ്റെബിലൈസിംഗ് ഏജന്റ്. നമുക്കതിനെ SA മാറിപ്പോകരുതേ. സ്റ്റെബിലൈസിംഗ് ഏജന്റ്. കൊളോയിഡ്സിനെ സ്റ്റേബിൾ ആക്കി നിർത്തുന്ന ആളാണ് ആര്? സ്റ്റെബിലൈസിംഗ് ഏജന്റ്. ചില കൊളോയിഡ്സിന് സ്റ്റെബിലൈസിംഗ് ഏജന്റ് ആവശ്യം ഉണ്ടാവില്ല. അവര് സെൽഫ് സ്റ്റെബിലൈസ്ഡ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കാം. സോ 3 കമ്പോണൻസ് ആണ് നമുക്ക് കൊളോയിഡ്സിൽ പഠിക്കാനുള്ളത്, കൊളോയിഡ്സിനുള്ളത്. ആദ്യത്തേത് ഡിസ്പേഴ്സ്ഡ് ഫേസ്, രണ്ടാമത്തത് ഡിസ്പെർഷൻ മീഡിയം, മൂന്നാമത്തത് സ്റ്റെബിലൈസിംഗ് ഏജന്റ്. അടുത്തത് നമുക്ക് പഠിക്കേണ്ടത് കൊളോയിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. കൊളോയിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഓരോന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ based on physical state of dispersed phase and dispersion medium. Dispersed phase ഉം dispersion medium ഫിസിക്കൽ സ്റ്റേറ്റ് അനുസരിച്ച് രണ്ടുപേരും ചിലപ്പോൾ സോളിഡ് ആകാം, ലിക്വിഡ് ആകാം, ഗ്യാസ് ആയിരിക്കാം. അതനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് പറയാനുള്ളത്. അതറിയാൻ വേണ്ടി സ്ലൈഡിലേക്ക് നോക്കൂ. This table shows the classification of colloids depends upon the physical state of dispersed phase and dispersion medium. Look the table. Dispersed phase, dispersion medium, name of the salt, example. Dispersed phase can be solid. Dispersion medium can also be solid. So both are solid. We can say solid. The name is solid salt. You can look the example, some colored glass, gems, alloys. Next is solid liquid. Dispersed phase solid, dispersion medium liquid. We can say the name of the salt is salt, just salt. Example, paints, inks, egg white, mud, etc. Next one, solid gas. Dispersed phase solid, dispersion medium gas, solid gas. We can say it as aerosol.
Example, smoke, dust. So if you want to study, you want to repeatedly say that solid, 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 sol, solid, liquid, sol, solid, gas, aerosol. So the part of solid completed. Next come liquid. Liquid, solid. See, dispersed phase liquid, dispersion medium solid, liquid solid. The name of the solid is gel. Example, curd, pudding, cheese, jellies, etc. Next is liquid, liquid. Liquid colloids are called emulsions. Example, milk, cream, butter, oil in water, etc. Sixth one, liquid gas. It is called liquid aerosol. Some text it will be written just as sol, but the actual name is liquid aerosol. Example, clouds, mist, fog, etc. Next one. So the part of liquid is over. Next comes gas. Gas, solid. Dispersed phase gas, dispersion medium solid. It can be termed as solid form. Some text will write it as solid sol, but the correct name is solid form. Example, cake, bread, lava, pumice stone, etc. Next is gas, liquid. Dispersed phase gas, dispersion medium liquid. The name is form. Example, soap lather, froth on beer, whipped cream, etc. These are the examples. So you want to study this table like this: solid, 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 salt, solid, liquid, salt, solid, gas, aerosol, liquid, solid, gel, liquid, liquid, emulsion, liquid, gas, liquid, aerosol, gas, solid, solid form, gas, liquid form. Now a question is in your mind that I know. Sir, there is no gas colloid. Why? It is not written here. Why? That is a question for your examination. Gas colloid will not form. Why? See, when gas and gas combines, it forms a homogeneous mixture because two gases are completely miscible with each other and they form true solution. That is why gas colloid will not form. Again, when gas and gas combine, it forms a homogeneous mixture. So they are completely miscible. So they form a true solution. രണ്ടാമത്തെ classification നമുക്ക് പഠിക്കാം. Based on interaction. Based on interaction between dispersed phase and dispersion medium. Dispersed phase ഉം dispersion medium ഉം തമ്മിലുള്ള interaction അനുസരിച്ച് ചിലപ്പോൾ ആ interaction strong ആകാം, ശക്തിയുള്ള interaction ആകാം. അങ്ങനെയാണെങ്കിൽ ആ colloidsനെ lyophilic എന്ന് വിളിക്കാം. എന്താ വിളിക്കുന്നത്? If there is a strong interaction, it is called lyophilic. If the interaction is very weak ആണെങ്കിൽ lyophobic എന്ന് വിളിക്കാം. So based on the interaction, colloid രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, lyophilic എന്നും lyophobic എന്നും. എന്താണ് lyophilic എന്നും lyophobic എന്നും ആ ഡിഫറൻസ് നമുക്ക് ഒരു ചാർട്ടിൽ കൂടെ പഠിക്കാം. ചാർട്ടിലേക്ക്. Here we are discussing the classification of colloids. The classification based on the interaction between dispersed phase and dispersion medium. We know if the interaction is strong, the colloid will be lyophilic, and if the interaction is weak, it is lyophobic. So the first difference, interaction between dispersed phase and dispersion medium. For lyophilic it is strong, and for lyophobic it is weak. Stability. Since the interaction is strong, lyophilic colloids are stable. So lyophobic colloids are less stable. Since lyophilic colloids are stable, they do not need a stabilizer, but lyophobic colloids need a stabilizer. And the next characteristic property, nature. Lyophilic colloids are reversible and lyophobic colloids are irreversible. That means lyophilic colloids, the interaction between dispersed phase and dispersion medium is strong. So when the colloid is separated,
we will get dispersed phase and dispersion medium. When they again remixed, once produced, they are separated, again they are remixed, colloid will be formed because of strong interaction between dispersed phase and dispersion medium. That is why it is called reversible. But once precipitated, it cannot be mixed to form colloid because of weaker interaction. That is why lyophobic colloids are irreversible. For lyophilic colloids, the Tyndall effect is less distinct. But for lyophobic colloids, Tyndall effect is more distinct. Next one, viscosity. For lyophilic colloids, the viscosity is higher than that of dispersion medium because of strong interaction between dispersed phase and dispersion medium. Its viscosity is higher than that of dispersion medium as particle size increases due to solvation, and the warm solution of lyophilic colloids, dispersed phase on cooling, will set to a gel. But that is not possible in the case of lyophobic colloids. For lyophilic colloids, the surface tension will be very low, and for lyophobic, that is almost same to that of dispersion medium. Hydration, since the interaction is more, hydration will be more. So in the case of lyophobic colloids, it will be less. Charge depends on the pH of that medium. It can be even 0 in the case of lyophilic colloids because of stronger interaction. But for lyophobic colloids, they have characteristic positive or negative charge. Preparation. Since the strong interaction between dispersed phase and dispersion medium, lyophilic colloids can be prepared by direct methods because it can be readily mixed to form lyophilic colloid. But indirect methods needed for the preparation of lyophobic salts. Next one, substance. Organic type substance will form lyophilic colloids. Inorganic substance will form lyophobic colloids. Look the examples: albumin, glycogen, rubber, etc. that comes under lyophilic. Metal salts like gold, silver, etc. that comes under lyophobic. So these are the difference between lyophilic colloids and lyophobic colloids. This is very important for your examination. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. Based on nature of particles. Based on nature of particles. Particlesന്റെ nature അനുസരിച്ച്. Based on nature of particles. Based on nature of particles. colloidsനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. മൾട്ടിമോളിക്യുലർ. മൾട്ടിമോളിക്യുലർ എന്താണെന്ന് പറഞ്ഞുതരാം. മൾട്ടിമോളിക്യുലർ കൊളോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഈ കൊളോയിഡ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ചെറിയ ചെറിയ ആറ്റംസ് കൊണ്ടോ മോളിക്യൂൾസ് കൊണ്ടോ ആയിരിക്കും. ചെറിയ ചെറിയ ആറ്റംസോ മോളിക്യൂൾസോ കൊണ്ടായിരിക്കും. ഇതിന്റെയൊക്കെ സൈസ് ലെസ് ദാൻ 1 നാനോമീറ്റർ ആയിരിക്കും. ഇതിനെയൊക്കെ കൂട്ടിച്ചേർക്കുന്ന ഫോഴ്സ് വാണ്ടർവാൾസ് ഫോഴ്സ് ആണ്. കൂട്ടിച്ചേർക്കുന്ന ഫോഴ്സ് വാണ്ടർവാൾസ് ഫോഴ്സ് ആണ്. അപ്പോൾ എന്തിന്റെ റേഞ്ചിലേക്ക് എത്തും? കൊളോയിഡൽ റേഞ്ചിലേക്ക് എത്തും. ഗോൾഡിന്റെ സോള്, സൾഫർ, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ് കുട്ടികളെ? മൾട്ടിമോളിക്കുലർ കൊളോയിഡ്സിന്റെ എക്സാമ്പിൾ ആണ്. സോ വി ക്യാൻ സേ മൾട്ടിമോളിക്കുലർ കൊളോയിഡ്സ് കൺസിസ്റ്റ് ഓഫ് small atoms or molecules of size less than 1 nanometer. It is connected by van der Waals force, so they will reach the colloidal size. Example is this. Second one, macromolecular. Macromolecular colloids. Macromolecular colloids പാർട്ടിക്കിൾസിന്റെ സൈസ് ഓൾറെഡി എത്രയായിരിക്കും മക്കളെ? ആ ഡിസ്പേഴ്സ്ഡ് ഫേസിലെ പാർട്ടിക്കിൾസിന്റെ ഒക്കെ സൈസ് ഓൾറെഡി എത്രയായിരിക്കും? 1 നാനോമീറ്ററിനേക്കാളും വലുതായിരിക്കും. ഇവിടെയൊക്കെ സ്ട്രോങ് കെമിക്കൽ ബോണ്ട് വെച്ചിട്ടാണ് ഇവർ തമ്മിൽ ഇന്ററാക്ഷൻ. സ്ട്രോങ് കെമിക്കൽ ബോണ്ട് ആണ്. ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പെർഷൻ മീഡിയം പാർട്ടിക്കിൾസ് തമ്മിൽ സ്ട്രോങ് കെമിക്കൽ ബോണ്ട് ഉണ്ട്. ദെൻ ഇതൊക്കെ ഫോം ചെയ്യുന്ന സാധനങ്ങൾ പോളിമേഴ്സ് ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. പോളിമേഴ്സ്, സ്റ്റാർച്ച്, അതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? മാക്രോമോളിക്കുലർ കൊളോയിഡ്സിന് ഉദാഹരണങ്ങളാണ്. സോ നമ്മൾ പഠിച്ചു മൾട്ടിമോളിക്കുലർ കൊളോയിഡ്സ്, രണ്ടാമത്തത് മാക്രോമോളിക്കുലർ കൊളോയിഡ്സ്. മൂന്നാമത്തെ ടൈപ്പ് കൊളോയിഡ്
ചില സബ്സ്റ്റൻസ് ഒക്കെ ലോവർ കോൺസെൻട്രേഷനിൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ലോവർ കോൺസെൻട്രേഷൻ എന്തായിട്ട് ആക്ട് ചെയ്യും? ഇലക്ട്രോലൈറ്റ് നമുക്ക് അറിയാം, വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡികമ്പോസ് ചെയ്യുന്ന സാധനങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോലൈറ്റ്. ലോ കോൺസെൻട്രേഷനിൽ ചില സബ്സ്റ്റൻസ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. കോൺസെൻട്രേഷൻ കൂടുമ്പോ ഈ ഇലക്ട്രോലൈറ്റുകൾ തമ്മിൽ കൂടിച്ചേരും. അതിനുപയോഗിക്കുന്ന വാക്ക് അഗ്രഗേഷൻ എന്നാണ്. അഗ്രഗേഷൻ. അങ്ങനെ അഗ്രഗേറ്റ് ചെയ്ത് എന്ത് ഫോമിലേക്കായിട്ട് മാറും? കൊളോയിഡ് ആയിട്ട് മാറും. ആ ഉണ്ടായ കൊളോയിഡിനെയാണ് അസോസിയേറ്റഡ് കൊളോയിഡ് എന്ന് പറയുന്നത്. In lower concentration, it acts as electrolyte, but concentration increases, കൂടിച്ചേരും, അഗ്രഗേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് ഫോമിലാ? കൊളോയിഡ് ആയിട്ട് മാറും. അതിനെ വിളിക്കുന്ന പേര് അസോസിയേറ്റഡ് കൊളോയിഡ് എന്നാണ്. ഇനി ഈ അസോസിയേറ്റഡ് കൊളോയിഡ്സിന്റെ പല ക്ലസ്റ്റർ ഉണ്ടാവും, കൂട്ടങ്ങൾ ഉണ്ടാവും. ആ ക്ലസ്റ്ററിനെ വിളിക്കുന്ന പേര് മിസെല്ലെ എന്നാണ്. അസോസിയേറ്റഡ് കൊളോയിഡിന്റെ ക്ലസ്റ്ററിനെ വിളിക്കുന്ന പേര് മിസെല്ലെ. മക്കളെ, ഇനി ഈ മിസെല്ലെ ഉണ്ടാകാൻ ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ ആവശ്യമാണ്. ആ പർട്ടിക്കുലർ കോൺസെൻട്രേഷന്റെ അബൌവിലെ മിസെല്ലെ ഫോം ചെയ്യുള്ളൂ. ആ കോൺസെൻട്രേഷനെ ക്രിട്ടിക്കൽ മിസെല്ലെ കോൺസെൻട്രേഷൻ എന്ന് പറയാം. ക്രിട്ടിക്കൽ മിസെല്ലെ കോൺസെൻട്രേഷൻ, CMC. The concentration above which മിസെല്ലെ ഫോം. ഏത് കോൺസെൻട്രേഷനിലാണ് മിസെല്ലെ ഫോം ചെയ്യുന്നത്? ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് ഈ മിസെല്ലെ ഫോം ചെയ്യുക. ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിനെ ക്രാഫ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയാം. എന്ത് ടെമ്പറേച്ചർ എന്നാണ്? ക്രാഫ്റ്റ് ടെമ്പറേച്ചർ. പരീക്ഷയ്ക്ക് 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. മിസെല്ലെ എന്താണ്? ക്രിട്ടിക്കൽ മിസെല്ലെ കോൺസെൻട്രേഷൻ എന്താണ്? ക്രാഫ്റ്റ് ടെമ്പറേച്ചർ എന്താണ്? മക്കളെ, അഗ്രഗേഷൻ നടക്കും, ശരിയല്ലേ? എപ്പോ? ചില ഇലക്ട്രോലൈറ്റുകൾ അഗ്രഗേഷൻ നടക്കും, കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ. അത്തരത്തിലുള്ള കൊളോയിഡിനെ നമുക്ക് എന്ത് കൊളോയിഡ് എന്ന് വിളിക്കാം? അസോസിയേറ്റഡ് കൊളോയിഡ് എന്ന് വിളിക്കാം. ആ അസോസിയേറ്റഡ് കൊളോയിഡുകളുടെ ക്ലസ്റ്ററുകളെ, കൂട്ടങ്ങളെ വിളിക്കുന്ന പേരാണ് മിസെല്ലെ. ഇനി ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷന്റെ അബവ് മാത്രമേ മിസെല്ലെ ഫോം ചെയ്യുള്ളൂ. ആ കോൺസെൻട്രേഷൻ നമ്മൾ വിളിക്കുന്ന പേര് ക്രിട്ടിക്കൽ മിസെല്ലെ കോൺസെൻട്രേഷൻ എന്നും. അവിടെ ഫോം ചെയ്യുന്ന മിസെല്ലെ ഫോം ചെയ്യുന്ന ടെമ്പറേച്ചർ ആണ് എന്ത് ടെമ്പറേച്ചർ? ക്രാഫ്റ്റ് ടെമ്പറേച്ചർ എന്ന് നമ്മൾ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഒരു രസകരമായിട്ടൊരു കാര്യം പഠിക്കാം. എങ്ങനെയാ നമ്മള് ഡ്രസ് അലക്കുമ്പോ ഡ്രസ്സിലെ ആ അഴുക്കൊക്കെ എങ്ങനെയാ പോകുന്നത് നമുക്ക് പഠിക്കാം. ശ്രദ്ധിക്കൂ. മെക്കാനിസം ഓഫ് ക്ലീനിങ് ആക്ഷൻ ഓഫ് സോപ്പ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ് മെക്കാനിസം ഓഫ് ക്ലീനിങ് ആക്ഷൻ ഓഫ് സോപ്പ്. എന്താ കുട്ടികളെ സോപ്പ് എന്ന് പറഞ്ഞാൽ? സോഡിയത്തിന്റെ അല്ലെങ്കിൽ പൊട്ടാസ്യം സോൾട്ട് ഓഫ് ഫാറ്റി ആസിഡ് ആണ് എന്തെന്ന് പറയുന്നത്? സോപ്പ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് RCOO, Na അല്ലെങ്കിൽ K. R എന്ന് പറയുന്ന ആൽക്കൈൽ ഗ്രൂപ്പാ. ആറിന്റെ പകരം ഏത് വാല്യൂ വേണേ വരാം. ഹയർ ഫാറ്റി ആസിഡിന്റെ സോഡിയം സോൾട്ടോ പൊട്ടാസ്യം സോൾട്ടോ. പൊട്ടാസ്യം സോൾട്ട് ആകുമ്പോ കുളിക്കുന്ന സോപ്പ്, സോഡിയം സോൾട്ട് ആകുമ്പോ അലക്കുന്ന സോപ്പ്. സോഫ്റ്റ് സോപ്പ് എന്നും ഹാർഡ് സോപ്പ് എന്നും നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇനി നോക്കി നോക്കൂ, ഈ സോപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റ് ആണ്. കാരണം ഈ സോപ്പിനെ വെള്ളത്തിൽ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് ബ്രേക്ക് ചെയ്തിട്ട് RCOO മൈനസ് എന്ന് പറഞ്ഞ സാധനം കിട്ടും. സോഡിയം ആണെങ്കിൽ Na+ കിട്ടും. പൊട്ടാസ്യം ആണെങ്കിൽ എന്ത് കിട്ടും? K+ കിട്ടും. ഇനി ഈ RCOO മൈനസ് എന്ന് പറയുന്ന ഈ സാധനത്തെ ശ്രദ്ധിക്കാം. ഇതിൽ ഒരു ചാർജ്ഡ് പാർട്ട് ഉണ്ട്, ചാർജ് ഇല്ലാത്ത പാർട്ട് ഉണ്ട്. ഏതാണ് ചാർജ്ഡ് പാർട്ട്? ഈ പാർട്ട്. ചാർജ് ഇല്ലാത്ത പാർട്ട് ഇത്. ചാർജ് ഉള്ള പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് പോളാർ എന്നാണ്. ചാർജ് ഇല്ലാത്ത പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് നോൺ പോളാർ എന്നാണ്. ഇനി പോളാർ പാർട്ടിനെ നമ്മൾ ഹെഡ് എന്നും നോൺ പോളാർ പാർട്ടിനെ എന്ത് വിളിക്കും? ടെയിൽ എന്നും വിളിക്കും. അതിനെ വേണമെങ്കിൽ ഇതാ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാലോ. ദിസ് ഈസ് ഹെഡ്, ദിസ് ഈസ് ടെയിൽ. ഇനി മക്കളെ, നമ്മൾ അലക്കാൻ എടുക്കുന്നതിന്റെ നമ്മളെ തുണിയുടെ ഒരു കഷ്ണമാണ്, അല്ലെങ്കിൽ തുണിയാണെന്ന് വിചാരിക്കാം. ആ തുണിയിലുള്ള ഡേർട്ട് ആണെന്ന് വിചാരിക്കാം. സോ എന്താണ് മക്കളെ ഡേർട്ട് എന്ന് പറഞ്ഞാൽ? ഡേർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഓയിലി അല്ലെങ്കിൽ ഗ്രീസി ആയ
ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്, ഡേർട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് അലക്കാൻ തുടങ്ങുക? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പാത്രം എടുക്കുന്നു, പാത്രത്തിൽ വെള്ളം നിറയ്ക്കുന്നു, വെള്ളത്തിലേക്ക് സോപ്പ് പൊടി ഇടുന്നു. വെള്ളത്തിലേക്ക് സോപ്പ് പൊടി ഇട്ട് കഴിഞ്ഞാൽ സോപ്പ് ഈസ് ആൻ ഇലക്ട്രോലൈറ്റ്, ഇറ്റ് ഡികമ്പോസ്, ഇങ്ങനെ ഡികമ്പോസ് ചെയ്ത് നിൽക്കും. ആ സമയത്ത് സോപ്പ് ആരാണ്? ഇലക്ട്രോലൈറ്റ് ആണ്. ആണോ മക്കളെ? ഇനി നമ്മുടെ തുണി അഴുക്കിനെ ഇങ്ങനെ മുക്കി വെക്കും. ആ മുക്കി വെക്കുന്നതിനെ സോക്കിംഗ് എന്നാണ് പറയുക, ശരിയല്ലേ? വാഷിംഗ് മെഷീനിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് സോക്കിംഗ്. ഇനി നമ്മുടെ ഡേർട്ട് ഇങ്ങനെ എടുക്കുന്നു, അതിന് ചുറ്റുവട്ടത്തും നമ്മുടെ വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്, ശരിയല്ലേ? ചുറ്റുവട്ടത്തും വെള്ളം ഉണ്ടാവും. ഇനി ശ്രദ്ധിക്കൂ കുട്ടികളെ, വെള്ളം എന്ന് പറയുന്നത് ഒരു പോളാർ സോൾവെന്റ് ആണ്, ശരിയല്ലേ? H+ഉം OH- ഉള്ള പോളാർ സോൾവെന്റ് ആണ് വെള്ളം. അങ്ങനെയാണെങ്കിൽ ഈ നെഗറ്റീവ് പാർട്ട് ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് പോളാർ ഇൻ പോളാർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഹെഡ് എവിടെ പോവും? ടെയിൽ എവിടെ പോവും? ഹെഡ് നേരെ വെള്ളത്തിലേക്ക് പറ്റിപ്പിടിക്കും, ശരിയല്ലേ? ടെയിൽ എവിടെ വന്ന് പറ്റിപ്പിടിക്കും? നമ്മുടെ ചളിയിൽ പറ്റിപ്പിടിക്കും. അങ്ങനെ അനേകായിരങ്ങൾ ഇങ്ങനെ വന്ന് പറ്റിപ്പിടിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നോക്കൂ കുട്ടികളെ, ഇങ്ങനെ ഫോം ചെയ്തപ്പോ കൂടിച്ചേർന്നില്ലേ കുട്ടികളെ? ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ കൂടിയപ്പോ എന്തായി? അവിടെ കൊളോയിഡ് ആയിട്ട് മാറി, അസോസിയേറ്റഡ് കൊളോയിഡ് ആയിട്ട് മാറി. ഇങ്ങനെ ചളികളിൽ പല ക്ലസ്റ്റേഴ്സ് ഓഫ് അസോസിയേറ്റഡ് കൊളോയിഡ്സ് ഫോം ചെയ്യില്ലേ? സോ മെക്കാനിസം ഓഫ് ക്ലീനിങ് ആക്ഷൻ ഓഫ് സോപ്പ് എന്ത് ഫോർമേഷൻ കൊണ്ടാ? മിസെല്ലേ ഫോർമേഷൻ കൊണ്ടാ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ എടുത്ത സാധനത്തിന് നന്നായിട്ട് ഇങ്ങനെ ഉരച്ച് നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയെടുക്കുമ്പോ ആ ചളി ഒരു സ്കമ്മ് പോലെ മുകളിൽ പറ്റിപ്പിടിച്ചു. വെള്ളത്തിന് പറ്റിപ്പിടിച്ച ഈ ഭാഗത്തിനെ ഹൈഡ്രോഫിലിക് എന്നും തേയിലിനെ ഈ ഭാഗത്തിനെ ഹൈഡ്രോഫോബിക് എന്നും വിളിക്കാം. നോക്കൂ, വെള്ളത്തിൽ ഹൈഡ്രോ, ഫൈൽ, ലവ്, ഇഷ്ടം എന്നൊക്കെയാണ്. സോ ഹൈഡ്രോഫിലിക് വെള്ളത്തിൽ പറ്റിപ്പിടിക്കുന്നു, വെള്ളത്തിൽ ഇഷ്ടം ഏത്? ഹെഡ്. തേയിൽ എവിടെ പറ്റിപ്പിടിക്കുന്നു? ചളി പറ്റിപ്പിടിക്കുന്നു. സോ ഹൈഡ്രോഫോബിക്. അങ്ങനെ കൂടി ചേർന്നിട്ട് ഒരു ക്ലസ്റ്റർ ഉണ്ടാവും. സോ ഇനി നിങ്ങൾക്ക് ആർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം മെക്കാനിസം ഓഫ് ക്ലീനിങ് ആക്ഷൻ ഓഫ് സോപ്പ് എന്തിന്റെ ഫോർമേഷനിലാണ്? മിസെല്ലേ ഫോർമേഷൻ ആണ്. സോ നമ്മളിവിടെ തേർഡ് ക്ലാസിഫിക്കേഷൻ ആണ് പഠിച്ചത്, ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ പാർട്ടിക്കിൾസ്. ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? മൾട്ടിമോളിക്കുലർ, മാക്രോമോളിക്കുലർ, അസോസിയേറ്റഡ്, അതിൽ മെക്കാനിസം ഓഫ് ക്ലീനിങ് ആക്ഷൻ ഓഫ് സോപ്പ്. ഇനി നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷനിലേക്ക് പോവാം. The fourth classification, we can go to the fourth classification. Fourth classification is based on charge. Colloids can be classified on the basis of charge. Basis of charge, colloids can be classified into positive colloids and negative colloids. Positive colloids and negative colloids. We can go through examples. See, for positive colloids, example FeOH thrice, hydroxide of iron, chromium hydroxide, CrOH thrice, then AlOH thrice, AlOH thrice, then CaOH twice, titanium dioxide, comma basic dyes. This example you want to study, basic dyes, and basic dyes like methylene blue and hemoglobin. These are all examples for positive charged colloids. Go through this example. And we can go to negative colloids, negatively charged colloids, that is As2S3, arsenic sulfide salt, antimony sulfide salt, Sp2S3 salt, cadmium sulfide. So majority sulfide salts are negative, and metal salts like copper, gold, platinum, silver, etc. They are negative colloids, negative charged colloids. Then comes here basic dyes. Here comes acidic dyes like Congo red. Congo red is an acidic dye. Here basic dye is a methylene blue. Here acidic dye is Congo red. And again example starch,
can classify colloids into positive charge colloids and negative charge colloids. Go through this example well. You want to study this example because in many examination you want to classify this as positive and negative. Many times many colloid will appear and you should at that time you should know whether it is a positive charge or negative charge colloid. Please study. The fifth classification is depend on appearance. Depend on appearance. Depend upon the appearance, it can be classified into two. First as salt and second one as gel. First one as salt and second one as gel. When the colloid appeared as fluid, it can be termed as salt. When it is appeared as solid, it can be termed as gel. So when colloid is appeared as fluid, it can be termed as salt. And colloid when appeared as solid, it can be expressed in the term gel. See, the salts are named after its dispersion medium. Salts are named after its dispersion medium. For example, if dispersion medium is water, the salt is called as aqua salt. Salts are named after the dispersion medium. It is H2O, so it is aqua, then it's aqua salt. If the dispersion medium is alcohol, it is called alcohol. Dispersion medium is alcohol, it is called alcohol. If the dispersion medium is benzene, it is called benzosol. So salts named after its dispersion medium. An important thing is here. If graphite is dispersed in water, it can be termed as aquadag. Remember it. Graphite is dispersed in water, it can be termed as aquadag. So salts are named after its dispersion medium. For water, aqua salt, alcohol, alcohol salt, benzene, benzosol. And if graphite is dispersed in water, it can be termed as aquadag. Next, gel. We know it have a solid-like appearance. So some colloid will appear as gel as well as salt. See, some colloids. If it is fluid nature, it can be termed as salt. If it is solid, it can be termed as gel. Some colloid exist as gel as well as salt. That depends on the concentration of dispersion medium. Only dispersion medium can decide whether it is gel or salt. Okay, dear students? So, in this video class, we concluded the colloid, what is its basics and its classification. First of all, crystalloids and colloids classification by Thomas Graham. When it is proved wrong, we go to the particle size. After discussing it, we classified the colloids on the basis of we classified the solution suspension colloid, the difference we studied. After that, we come to the classification. That classification may be based on the physical state of dispersed phase and dispersion medium. Second classification is based on the interaction between dispersed phase and dispersion medium. Third classification is based on the nature of particles of dispersed phase. That mechanism of cleaning action comes third. And the fourth classification based on charge, and fifth classification based on appearance. Hope you understood this. Please study well. Okay, dear students, thank you.